ഹായ് ഫ്രണ്ട്സ്. ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിന്റെയും ഒരു കൺഫ്യൂഷൻ ആണ്. അതായത് കറണ്ട് അഫയേഴ്സ് ആൻഡ് ബാങ്കിങ് അവയർനെസ് ഏതൊക്കെ സോഴ്സ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ മോർ ദാൻ വൺ സോഴ്സസ് പഠിക്കേണ്ടതുണ്ടോ, ഏതൊക്കെയാണ് നല്ല സോഴ്സുകൾ, ഇതെപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. സോ ഞാൻ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വാളിറ്റി ഉള്ള കുറച്ചു വീഡിയോസും PDFs ഏത് സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്, അല്ലെ ഏത് ആപ്പിലൂടെയാണ് കിട്ടുന്നതെന്ന് ഞാൻ ഇവിടെ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ സോഴ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അതിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. സോ നിങ്ങൾ എന്തായാലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു സോഴ്സ് മാത്രം ഫോളോ ചെയ്യാതിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ച് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ വേറൊരു സോഴ്സിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം ഡെയിലി ഒരു സോഴ്സ് പഠിക്കുവാണെങ്കിൽ വീക്കിലിയോ മന്ത്ലിയോ വേറൊരു സോഴ്സ്, അങ്ങനെ അറ്റ്ലീസ്റ്റ് രണ്ട് സോഴ്സെങ്കിലും വെച്ച് നിങ്ങൾ പഠിക്കണം. മാത്രമല്ല, ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ, വീക്കിലി ആണോ മന്ത്ലി ആണോ ഡെയിലി ആണോ എന്ന് പഠിക്കുന്നതിലല്ല മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എന്താണോ പഠിച്ചത്, അത് ഒരു ന്യൂസ് ആയിക്കോട്ടെ 10 ന്യൂസ് ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ച ന്യൂസ് വീണ്ടും റിവൈസ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ട് ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഓക്കെ. സോ നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് റിവിഷൻ ചെയ്യാന്നുള്ളതാണ് മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു. അത് എത്ര ന്യൂസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും, ഒരു ന്യൂസ് പഠിച്ചു കഴിഞ്ഞാലും, ഇനി ഒരു 10 ന്യൂസ് പഠിക്കുവാണെങ്കിലും, അല്ലെ പെർ മന്ത് ഒരു മന്ത് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കുവാണെങ്കിലും അത് റിവൈസ് ചെയ്യുക. എത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിട്ടൈൻ ചെയ്യാൻ പറ്റുന്നു, അതാണ് നിങ്ങളുടെ ഒരു നിങ്ങൾ അവിടെ പഠിച്ചേക്കുന്നതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് ആ ഒരു റിവിഷനിലൂടെ മാത്രമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ തേർഡ് ആയിട്ട് ഒരു പോയിന്റ് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ന്യൂസ് എന്താണ്, ഓക്കെ ഇന്നയാൾ ഇന്നത് എന്താണ്, ഈ ഒരു പോയിന്റ് അല്ലാതെ അതിന്റെ ഉള്ളോട്ടേക്ക് എന്തെങ്കിലും, അതായത് എന്തെങ്കിലും കുറച്ച് ഡീപ്പായിട്ട് കുറച്ചുകൂടി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിപ്പോ എല്ലാ ന്യൂസുകളും അതിൻ്റെതായ ഡെപ്തിൽ പഠിക്കാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ഓക്കെ അല്ല. കാരണം ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് എക്സാംസിലൊക്കെ 6 മാസം അല്ലാതെ ഒരു 6 to 8 മന്തിലൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചു തുടങ്ങുന്നുണ്ട്. അങ്ങനെ പ്രീവിയസ് എക്സാംസിലൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് എല്ലാ ന്യൂസുകളും ഡെപ്ത് ആയിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ അല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ന്യൂസുകൾ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ തോന്നും ഇത് മുന്നേ ഉണ്ടായിരുന്നു, അല്ലെ ഇത് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയത്, ഇത് ആരാണ്, ഇത് എന്താണ്, അങ്ങനെ നമുക്ക് തന്നെ ഒരു ന്യൂസ് വായിക്കുമ്പോൾ തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ആൻസർ കൂടെ നോക്കുക. ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക വായിക്കുന്ന ന്യൂസുകളിലും കാര്യങ്ങളിലൊക്കെ. മാത്രമല്ല, ഇതിന്റെ കൂടെ ഫോർത്ത് ഒരു പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ, വീക്കിലി ആണോ ഡെയിലി ആണോ മന്ത്ലി ആണോ പഠിക്കുന്നത്, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിവിഷന്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം MCQs ചെയ്യുക. ഇപ്പൊ നമ്മുടെ സ്മാർട്ട് കീഡയിലെ മോക്ക് ഡ്രിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുറെ യൂട്യൂബ്സ് ഉണ്ട് അല്ലെ, ഒലിബോർഡ് പോലത്തെ യൂട്യൂബ്സിൽ ശീതൽ മാമൊക്കെ MCQs ഇടുന്നുണ്ട്. സോ നിങ്ങൾ ഒരു ന്യൂസ് പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ ഈ ന്യൂസ് എങ്ങനെയാണ് ഒരു ക്വസ്റ്റൻ ആയി മാറുന്നത്, അവിടെ ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൺഫ്യൂഷൻ വരുന്നത്, അത്തരം കാര്യങ്ങൾ ഈ MCQs സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. സോ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ 4 മാസത്തെ കറണ്ട് അഫയേഴ്സോ അല്ലെ 1 മാസത്തെ കറണ്ട് അഫയേഴ്സോ പഠിക്കുന്ന ആളായിക്കോട്ടെ, പക്ഷെ ആ പഠിച്ച കാര്യങ്ങളെ ഈ 4 കാര്യങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഞാൻ പഠിച്ചു, ഞാൻ റിവൈസ് ചെയ്തു, ഞാൻ അതിന് MCQs ചെയ്തു, ഞാൻ കുറച്ച് ഡെപ്ത് ആയിട്ട് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആവറേജ് സ്കോർ അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് സ്കോർ എപ്പോഴും കറണ്ട് അഫയേഴ്സിൽ കിട്ടും. ഇന്നത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് കറണ്ട് അഫയേഴ്സിൽ ഒരു 40 out of 40, 50 out of 40, 50 ഒക്കെ കിട്ടാൻ അത്യാവശ്യം നല്ല ഒരു പാടാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒരു എന്താ പറയാ, ഒരു ആവറേജ് അല്ലെ എബവ് ആവറേജ് സ്കോർ നേടാൻ എപ്പോഴും ട്രൈ ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ഏതൊക്കെയാണ് സോഴ്സ്, ഞാൻ വീണ്ടും പറയാണ്, ഇത് എന്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ടുള്ള ഞാൻ പറഞ്ഞ സോഴ്സ് ആണ്. നിങ്ങൾക്ക് ഇതല്ല വേറെ സോഴ്സ് ആണ് ബെറ്റർ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്തോളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ
ഞാൻ വീഡിയോസ് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ 3 പാർട്ടായിട്ടാണ് എടുത്തേക്കുന്നത്. ഒന്ന് വീഡിയോസ്, ഒന്ന് PDF, ബുക്സ്. ഇങ്ങനെ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ സോഴ്സ് ഫോളോ ചെയ്യാം എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ വീഡിയോസ് നോക്കുവാണെങ്കിൽ ബാങ്കേഴ്സ് വേ. നിങ്ങള് അഭിജിത്ത് സാറിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ബാങ്കേഴ്സ് വേയിലെ അഭിജിത്ത് സാറ് എടുത്തേക്കുന്നത് ഒരു എന്താ പറയാ പക്കാ എക്സാം ലെവലിലാണ് സാറിന്റെ ക്ലാസ്സുകൾ. സാറ് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഇടുന്നുണ്ട്. യൂട്യൂബിൽ ഫ്രീ ആണ്. മാത്രമല്ല പിന്നെ മന്ത്ലി ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് ആയിട്ട് മന്ത്ലി ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. കുറച്ച് എക്സാംസിനോട് ക്ലോസ് ആവുന്ന സമയത്ത് ധാരാളം മന്ത്ലി വീഡിയോസ് ഇടാൻ സാർ ട്രൈ ചെയ്യാറുണ്ട്. സോ എനിക്ക് ഒരു നല്ലൊരു, അതായത് അധികം വലിച്ചുവാരി പറയാതെ എന്താണോ പോയിന്റ് അത് സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അഭിജിത്ത് സാറിന്റെ തോന്നാറ്. അതുപോലെ ഒലി ബോർഡ് ഞാൻ ന്യൂസിലേക്കാളും പ്രിഫർ ചെയ്യുന്നത് MCQs ആണ്. അതായത് ഫിനാൻഷ്യൽ അവയർനെസ് ആയിട്ടും അല്ലെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും ശീതൽ മാമിന്റെ MCQs ഉണ്ട്. അപ്പൊ മാം MCQs എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് വൺ വേർഡ്സ് അല്ലാതെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് വൈസുള്ള MCQs ഒക്കെ മാം ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓരോ MCQസിന് ശേഷവും ഒരു ഡീപ്പ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ മാം തരുന്നുണ്ട്. സോ അത് ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ കപിൽ കത്താൽ സാറിന്റെ സ്റ്റഡി നിധി. നമുക്കറിയാം, നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് SBI ക്ലർക്ക് മെയിൻസിന്റെ ടൈമിൽ സാറ് 24 അവേഴ്സിന്റെ മാരത്തോൺ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് സ്റ്റുഡൻസ് പറയുന്നുണ്ടായിരുന്നു. സോ എന്ത് ചെയ്യാം, അതും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. ദെൻ അനിൽ അഗർവാൾ സാറിൻ്റെത് ഞാനിവിടെ പറഞ്ഞേക്കുന്നത് കറണ്ട് അഫയേഴ്സ് അല്ല. സാറിന്റെ യൂട്യൂബ് എടുക്കുവാണെങ്കിൽ ധാരാളം പ്ലേലിസ്റ്റുകൾ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞി ചെറിയ ചെറിയ വീഡിയോസ് അവിടെ കാണാം. ഈ ചെറിയ ചെറിയ വീഡിയോസ് തന്നെ നമുക്ക് ധാരാളം പോയിന്റ്സ് കിട്ടും. ഓക്കെ, സോ ബാങ്കിങ് അവയർനെസ് ഒക്കെ ആയിട്ട് മാത്രമല്ല ഇന്റർവ്യൂസിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഓരോ സാറിന്റെ ഓരോരോ പ്ലേലിസ്റ്റിലും നമുക്ക് കാണാം. അതാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ദെൻ സ്റ്റഡി ഐക്യുവിന്റെ വീഡിയോസ് നല്ലതാണ്. പിന്നെ അപരിചിത് വീക്ക്ലി ആയിട്ടും, എനിക്കൊന്ന് ഡെയിലി ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും ഒക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി, അപരിചിത്തിന്റെ ടെലിഗ്രാം ചാനൽ വഴി അതിന്റെ PDF അവൈലബിൾ ആണ്. സോ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അപരിചിത് എന്നുള്ളത് ഒരു റിവിഷൻ പർപ്പസിന് ഏറ്റവും നല്ലൊരു സോഴ്സ് ആയി തോന്നാറുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് സോഴ്സ് ആയിട്ട് അത് എടുക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം എന്താ അവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒരു റിവിഷൻ പോലെയാണ് കൊടുത്തേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഏതെങ്കിലും ഒരു സോഴ്സ് പഠിച്ചിട്ട് അവരിത് വെച്ച് റിവിഷൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദെൻ അഫയേഴ്സ് ക്ലൗഡ് നമുക്കറിയാം, നമുക്ക് എപ്പോഴും ബാങ്ക് എക്സാംസിന്റെ കേസിൽ കറണ്ട് അഫയേഴ്സ്, ബാങ്കിങ് അവയർനെസ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് നമ്മുടെ അഫയേഴ്സ് ക്ലൗഡ്. സോ അഫയേഴ്സ് ക്ലൗഡിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ ന്യൂസും ഒത്തിരി പറയുന്നുണ്ട്. ആ റീഡ് മോർ എന്നൊരു ഓപ്ഷൻ കൂടി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂസിന്റെ തന്നെ വലിയൊരു ഡാറ്റ കളക്ഷൻ തന്നെ കിട്ടും. സോ അതിൽ നിന്ന് അത് വായിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുവാണെങ്കിൽ ബെറ്റർ ആണ്. അത് മാത്രം മതി എന്ന് പറയാൻ പറ്റും. പക്ഷേ അത് വായിച്ച് നമുക്ക് വേണ്ട പോയിന്റ്സ് എടുത്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനുള്ള ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ വലിച്ചു വാരി പഠിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ അഫയേഴ്സ് ക്ലൗഡ് കൊണ്ട് മാത്രം കാര്യമില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്താൽ മതി. അല്ലാണ്ട് ഇപ്പൊ ഒത്തിരി കറണ്ട് അഫയേഴ്സ് പഠിക്കണല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം ബാങ്കേഴ്സ് വേ നോക്കി, പിറ്റേ ദിവസം ഒലി ബോർഡ് നോക്കി, മൂന്നാമത്തെ ദിവസം സ്റ്റഡി ഐക്യു നോക്കി, ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നിന്റെ പിന്നാലെ പോവാതെ നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ എടുത്തിട്ട് ഈ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുത്ത് നിങ്ങൾ കാണുക. ഏത് സാറിന്റെ ലാംഗ്വേജ് ആണ് അല്ലെങ്കിൽ ഏത് സാറിന്റെ സ്റ്റൈലാണ് എനിക്ക് സെറ്റ് ആവുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മെറ്റീരിയൽസ് പഠിച്ചു തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക, സെൽഫായി ചൂസ് ചെയ്യുക, എന്നിട്ട് അത് ഫോളോ ചെയ്യുക. ഓക്കെ, അല്ലാതെ എന്താ പറയാ 2 ദിവസം ഒന്ന് പഠിച്ചു, അടുത്ത 3 ദിവസം വേറെ ഒരു പഠിച്ചു, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 2 3 സോഴ്സിൽ സ്റ്റിക്ക് ചെയ്യുക, അത് പഠിക്കുക. ഓക്കെ, മെയിൻ ആയിട്ട് ഇത്തരം ഒരു പ്രവണത കാണുന്നത് എക്സാമിന്റെ ടൈമാണ്. എക്സാമിന്റെ പീക്ക് ടൈം എത്തുമ്പോഴേക്കും സ്റ്റുഡൻസ്
കിട്ടുന്ന എല്ലാ PDF എടുത്ത് സേവ് ചെയ്ത് വെക്കും, കിട്ടുന്ന എല്ലാ വീഡിയോസും പോയി ഓപ്പൺ ചെയ്ത് പഠിക്കും, മൊത്തം പാനിക് ആവും. ആ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന്റെ കുറച്ച് കാലം മുന്നേ തന്നെ ഇത് പഠിച്ചു പോവുക. അത് മാത്രമല്ല, നമ്മൾ പഠിക്കേണ്ട സോഴ്സ് നമ്മൾ തീരുമാനിക്കുക. ബാക്കി എന്ത് സോഴ്സിൽ എങ്ങനെയുള്ള വീഡിയോസോ അല്ലെ എങ്ങനെയുള്ള PDFs ഇട്ട് കഴിഞ്ഞാലും ഞാൻ ഇതാണ് പഠിക്കുന്നത്, ഞാൻ പഠിക്കുന്നതിൽ ഞാനൊരു എന്ത് ചെയ്യുക, ഒരു ഒരു സെൽഫ് ബിലീഫ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ. ദെൻ PDFs ആണ്. PDFs ഗൈഡ്ലി, പ്രാക്ടീസ് മോക്ക്, സ്മാർട്ട് കീഡ, അഫയേഴ്സ് ക്ലൗഡ്. ഇത്രയും PDF. ഒലിബോർഡിന്റെ PDF ഉണ്ട്. ഒലിബോർഡിന്റെ നമ്മുടെ ബോട്ട് അവൈലബിൾ ആണ്. പക്ഷെ അത് എക്സാമിന് തൊട്ടടുത്തൊക്കെയാണ് അവർ ചില മന്തിന്റെ ബോട്ടൊക്കെ റിലീസ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അധികം ഒലിബോർഡിന്റെ ബോട്ട് ഞാൻ അത്ര സജസ്റ്റ് ചെയ്യുന്നില്ല. എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ എനിക്ക് ഇവിടെ മെയിൻ ആയിട്ട് അഫയേഴ്സ് ക്ലൗഡും സ്മാർട്ട് കീഡയാണ് മെയിൻ ആയിട്ടൊരു ഒരു എന്താ പറയാ, ഒരു നല്ലൊരു PDF ആയി തോന്നിയിട്ടുള്ളത്. ഗൈഡ്ലിയുടെ PDF നല്ലതാണ്. ഗൈഡ്ലിയുടെ PDFന്റെ ആ ഒരു, നിങ്ങൾ ആ PDF പ്രിന്റ് ഔട്ട് എടുത്താൽ മനസ്സിലാവും, നല്ലൊരു സ്ട്രക്ചേർഡ് PDF ആണ് ഗൈഡ്ലി. ഓൾസോ സ്മാർട്ട് കീഡയും സ്ട്രക്ചേർഡ് PDF ആണ്. പക്ഷേ സ്മാർട്ട് കീഡയിൽ എന്താണെന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ന്യൂസും പിന്നെ അതിന്റെ സ്മാർട്ട് പോയിന്റ്സ് താഴെയുണ്ട്. സോ ഈ ന്യൂസിലെ ഉള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് അവർ സ്മാർട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ചില ന്യൂസുകൾക്ക് ഈ സ്മാർട്ട് പോയിന്റ്സ് മാത്രം വായിച്ചു പോയാൽ മതിയാവും. മാത്രമല്ല, നമ്മൾ ഈ സ്മാർട്ട് കീഡയുടെ PDF പഠിക്കുവാണെങ്കിൽ നമ്മൾ വൺസ് ഈ ഒരു PDF കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ റിവിഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഈ സ്മാർട്ട് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. വീണ്ടും നമ്മൾ ആദ്യം മുതലേയുള്ള ആ ഒരു ന്യൂസ് കംപ്ലീറ്റ് വായിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. താഴെയുള്ള പോയിന്റ് ചെയ്ത് എഴുതിയേക്കുന്ന സ്മാർട്ട് പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. ഈ സ്മാർട്ട് പോയിന്റ്സ് തന്നെ ഈ ന്യൂസിലുള്ള അതേ പോയിന്റ്സിനെ പോയിന്റ് വൈസ് ആക്കിയിട്ട് എക്സാം പോയിന്റിൽ എഴുതിയേക്കുന്നതാണ് ഈ സ്മാർട്ട് പോയിന്റ്സ്. സോ റിവിഷൻ പർപ്പസിന് അത് മാത്രം യൂസ് ചെയ്താൽ മതി. സോ എനിക്ക് തോന്നുന്നത് സ്മാർട്ട് കീഡ ഡെയിലി, വീക്ക്ലി ആൻഡ് മന്ത്ലി ആയിട്ടുള്ള PDFs ഇതേ രീതി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ന്യൂസ് പിന്നെ സ്മാർട്ട് പോയിന്റ്സ് ഇതേ രീതി തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത് പഠിച്ചിട്ട് ഇവരുടെ തന്നെ സ്മാർട്ട് കീഡയുടെ തന്നെ മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ MCQs ഉണ്ട്, അതുകൂടി അറ്റൻഡ് ചെയ്യുക. സ്മാർട്ട് കീഡയുടെ MCQs ഞാൻ പറഞ്ഞ നേരത്തെ ഒലിബോർഡിന്റെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു MCQs ആണ്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് MCQ വരുന്നുണ്ട്, പിന്നെ എന്താ പറയാ, ട്രൂ ഓർ ഫാൾസ് ആയിട്ടോ അല്ലെങ്കിൽ ആ ടൈപ്പ്, അതായത് ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലാതെ റീസെന്റ് എക്സാംസിന് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്മാർട്ട് കീഡയിലെ CI മോക്ക് ഡ്രില്ലിൽ കാണാൻ പറ്റും. സോ അത് വളരെ നല്ല ഓപ്ഷനാണ്. പ്രാക്ടീസ് മോക്ക് നല്ല PDFs ആണ്. ഞാൻ ഇതുവരെ എന്താ പറയാ, പേഴ്സണലി എനിക്ക് പ്രാക്ടീസ് മോക്കുമായിട്ട് വലിയൊരു ബന്ധമില്ല. പക്ഷെ എനിക്ക് അത് പ്രിഫർ ചെയ്യാൻ പറ്റും, നല്ലതാണെന്നുള്ളത്. ഗൈഡ്ലി, സ്മാർട്ട് കീഡ, അഫയേഴ്സ് ക്ലൗഡ്, ഫ്രം മൈ പേഴ്സണൽ ഒപ്പീനിയൻ അടിപൊളി PDF ആണ്. പക്ഷെ ഇത് തന്നെ കാര്യം, നിങ്ങൾ പഠിക്കുന്ന കാര്യം റിവിഷൻ ചെയ്യുക. പിന്നെന്ത് ചെയ്യുക, നിങ്ങളൊരു സെൽഫ് കോൺഫിഡൻസ് കാണിക്കുക. ഞാൻ നല്ലൊരു സോഴ്സാണ് ഫോളോ ചെയ്യുന്നത്, ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് കാണിക്കുക. വേറെ ഒരു സ്റ്റുഡന്റ് വേറൊരു സോഴ്സിനെ പറ്റി പറയുമ്പോൾ അതിന്റെ പിന്നാലെ ഓടാതെ നിങ്ങൾ പഠിക്കുന്നതിൽ കുറച്ചൊരു എന്ത് ചെയ്യുക, ഒരു അതിനൊരു വാല്യൂ കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് ബുക്സ് ആണ്. ബുക്സ് ഞാൻ മെയിൻ ആയിട്ട് ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കിങ് അവയർനെസിനെ കുറിച്ചാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് എക്സാം ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ LBO ടൈപ്പ് എക്സാംസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ റീസെന്റ് കഴിഞ്ഞ എക്സാംസിൽ ഈ ബാങ്കിങ് അവയർനെസ് ഉണ്ടല്ലോ, സ്റ്റാറ്റിക് ബാങ്കിങ് അവയർനെസ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം ചോദിച്ചിട്ടുണ്ട്. സോ ഇപ്പൊ നമ്മൾ പറയല്ലോ, റീസെന്റ് ആയിട്ട് വന്ന കറണ്ട് അഫയേഴ്സിന്റെ സ്റ്റാറ്റിക് പോർഷൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാങ്ക് അവയർനെസിന്റെ, ബാങ്കിങ്ങിന്റെ സ്റ്റാറ്റിക് പോർഷൻസ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചെക്ക്, അക്കൗണ്ട്സ്, പിന്നെ കുറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് ബാങ്കിങ് അവയർനെസിന്റെ സ്റ്റാറ്റിക് പോർഷൻസ് ഇപ്പം എക്സാംസിന് കുറച്ചധികം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉണ്ടായി. ഇപ്പൊ എന്ന് വെച്ചാൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അഡ്ഡയുടെ അഡ്ഡ 247ന്റെ ബുക്സ് അവൈലബിൾ ആണ്. ദിശ പബ്ലിക്കേഷൻസിന്റെ ബുക്സ് അവൈലബിൾ ആണ്. അരിഹന്ത് ബാങ്കിങ് അവയർനെസിന്റെ ബുക്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ പെയ്ഡ് ബുക്സ് ആണ്. ഈ ബുക്സ് ആയിട്ട് പെയ്ഡ് ആണ് കിട്ടുക. ഇനി ഇവിടെ ഒന്നും പറയാത്ത ഒരു കാര്യം ഞാൻ പറയാന്ന് വെച്ചാല്, അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ഒലിബോർഡിലെ ഗൈഡ്ലിയുടെ നമ്മുടെ ആദിത്യ സാറിന്റെ വീഡിയോ
സാറിന്റെ ഡെയിലി TNA എന്ന് പറഞ്ഞിട്ട് ഡെയിലി സെക്ഷൻ ഉണ്ട്. അത് എന്താ പറയാ അടിപൊളിയാണ്. അതായത് ഡെയിലി നമുക്കൊരു എന്താ പറയാ നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് നമ്മുടെ ഒരു ആഡ് ഓൺ ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. ഡെയിലി ആ വീഡിയോസ് ഫോളോ ചെയ്തിട്ട് അത് ഡെയിലി വീഡിയോസ് ഫോളോ ചെയ്ത് ഓക്കെ. സോ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതൊക്കെ സോഴ്സ് എങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നു എന്നതിലല്ല കാര്യം. നിങ്ങൾ എന്ത് പഠിക്കുന്നു അത് നിങ്ങൾ അതിൽ പക്കയായിരിക്കണം. ഓക്കെ. ഒരു 10 ന്യൂസേ പഠിച്ചിട്ടുള്ളെങ്കിലും ആ 10 ന്യൂസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് റിവിഷൻ ചെയ്യണം. ഓക്കെ. ഡെയിലി കറണ്ട് അഫയേഴ്സ് എഴുതിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് സൂക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഡെയിലി PDF എടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ആ പഠിക്കുന്നതിൽ നിങ്ങൾക്ക് എത്രമാത്രം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ മാത്രമാണ് കറണ്ട് അഫയേഴ്സിന്റെ ഒരു ബെനിഫിറ്റ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ എന്താ പറയാ നമ്മളെ ടൈം പോവാന്നല്ലാതെ നമ്മളെ മനസ്സിൽ ഒന്നും നിൽക്കൂല. സോ നമുക്ക് എക്സാംസിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതെനിക്കറിയാം പക്ഷെ ആൻസർ അറിയില്ല. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതെനിക്കറിയാലോ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കും. പക്ഷെ ഓപ്ഷൻസ് ഫുൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മൊത്തം ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. വേറെ എന്തോ ആണ് ചോദിക്കുക. അതുകൊണ്ടാണ് റിവിഷൻ മസ്റ്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.